ഇത് ഞങ്ങളുടെ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്ന മോട്ടറാണ്. കിണറിൻ്റെ പരിസരത്താണ് വെച്ചിരിക്കുന്നത്. ഒരു കുഴിയിലിറക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എലിയുടെ ശല്യമുണ്ട്. എപ്പോഴും എലി മണ്ണ് കുത്തി ഈ മോട്ടറിൻ്റെ ഭാഗത്തേക്ക് ഇടും. അത് പല പ്രാവശ്യം അത് കോരി കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എലി വരുന്ന ഹോളെല്ലാം അടയ്ക്കാറുണ്ട്. പക്ഷേ അത് പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ എലി അതുപോലെ തന്നെ മണ്ണ് കുത്തി ഈ മോട്ടറിൻ്റെ ഭാഗത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഉള്ള പണിയാണെന്ന്. ഇതാണ് മോട്ടറിൻ്റെ കവറ് മാറ്റിയപ്പോൾ അവസ്ഥ. എല്ലാ സൈഡിൽ നിന്നും മണ്ണ് കുത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു എലി മണ്ണ് കുത്തുന്ന ഒരു ഹോളുണ്ട്. പിന്നെ ഈ സൈഡിലുണ്ട് മണ്ണ് കുത്തിയിട്ടുള്ള ഒരു ഹോൾ. അപ്പോൾ ഈ മണ്ണെല്ലാം മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ മോട്ടർ ഇരിക്കുന്ന ഏരിയയും പുല്ലും കാടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കണം. പിന്നെ കിണറിൻ്റെ മുകളിലൂടെ നെറ്റ് ഇട്ടിട്ടുണ്ട്. ആ നെറ്റിൻ്റെ മുകളിലും ഇലയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ വാഴയുടെ ഇല വീണ് കിടക്കുന്നുണ്ട്. മൊത്തത്തിൽ കിണറിൻ്റെ പരിസരം പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ മൊത്തം ഈ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് നെറ്റും അതുപോലെ തന്നെ കിണറിൻ്റെ ഏരിയയും പിന്നെ മോട്ടറും. ഇപ്പോൾ മോട്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ മണ്ണ്, അവിടെ എലി കുത്തിയിട്ടിരിക്കുന്ന മണ്ണ് മൊത്തം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ധാരാളം മണ്ണുണ്ടായിരുന്നു. ആ മണ്ണെല്ലാം എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഇതാണ് മണ്ണ്. അതിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് ആ കുഴിയിൽ നിന്നെടുത്ത മണ്ണാണ്. ആ മണ്ണെടുക്കാൻ ഉപയോഗിച്ച ടൂൾസാണ് കോട്ട്, ചട്ടി, പിന്നെ കൊലശ്ശേരി, കമ്പി, മണ്ണ് കുത്തിയെടുക്കാനുള്ള കമ്പി, മൺവെട്ടി, ഇങ്ങനെ ഇത്ര ഐറ്റംസ് ഉപയോഗിച്ചാണ് ആ മണ്ണെല്ലാം അതിൻ്റെ അകത്തുനിന്ന് വാരിയെടുത്തത്. ധാരാളം മണ്ണുണ്ടായിരുന്നു. ഇനി അടുത്തത് നമുക്ക് 4 സൈഡും പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ പൊടി എടുക്കണം. ആ മെറ്റൽ പൊടി എടുത്തിട്ടുണ്ട്. ഇനിയും സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്യണം. സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഈ മോട്ടർ ഇരിക്കുന്ന ആ കുഴിയിൽ 4 സൈഡും പ്ലാസ്റ്റർ ചെയ്യണം. നല്ല സ്ട്രോങ് ആയിട്ട് പ്ലാസ്റ്റർ ചെയ്യണം. പിന്നെ എലി വരില്ല. സ്ട്രോങ് ആയിട്ട് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എലിക്ക് കുത്തി ഹോൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്ത് നന്നായിട്ട് പ്ലാസ്റ്റർ ചെയ്യണം. മോട്ടർ ചെയ്യുന്ന 4 സൈഡും പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് മോട്ടർ ഒരു ചെറിയ ഒരു പഴയ ചാക്ക് വെച്ച് ഒന്ന് മൂടണം. കാരണം സിമെൻ്റ് എല്ലാം മോട്ടറിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാം പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മോട്ടർ മൂടിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്, ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്തിട്ട്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.